ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് 10 മിനിറ്റിൻ്റെ യാത്ര വണ്ടിക്കേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അവിടെ ഒരു പുന്നിയാർ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. മഴയൊക്കെ തോർന്ന ഒരു പ്രകാശമുള്ള ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ വഴിയൊക്കെ ഭയങ്കര ദുർഘടമാണ്. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് അരമണിക്കൂറോളം യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം അത്ര നല്ല വഴിയല്ലാത്ത സ്ഥലത്തോട്ടാണ് നടന്നു പോകേണ്ടത്. അതുകൊണ്ട് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇവിടെയൊക്കെ നിൽക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ വെള്ളമൊക്കെ അവിടെയാണ്. അവിടെയൊക്കെ നിന്ന് ഇവിടെ പിന്നെ മാത്രമല്ല, ഇവിടെ ഒരു നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇരിപ്പേ നടക്കുകയുള്ളൂ. കാരണം താഴോട്ടുള്ള ഇറങ്ങിപ്പോക്ക് പാടാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഗന്ധപ്പാലം നിൽക്കുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓയിലിൻ്റേത്. അപ്പം ഈ വഴിയുടെ സൈഡിൽ തന്നെ, ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ആ വലിയ മരം നിൽക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ടോയ്ലറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലവും അത്യാവശ്യം ഫുഡ് വേണേൽ കഴിക്കാനുള്ളൊരു സ്പേസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോയി ചാടുന്നതോടെയാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം കേട്ടോ. കുറേ ഇറങ്ങി പോകാനുണ്ട്. ഞങ്ങളെല്ലാവരും കൊച്ചിനെ കൊണ്ടൊക്കെയാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് യാത്രയിൽ നടപ്പമൊന്നും പ്രശ്നമില്ല, നമ്മൾ ഇടുക്കിക്കാരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരുമായിട്ടിങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. പിള്ളേരെയൊക്കെ കയ്യെ പിടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് വീഴും. രണ്ടുപേരും ഓരോ തവണ വീണിട്ടാണ് ഞങ്ങൾ കയ്യെ പിടിച്ചത്. ഇതൊരു പ്രൈവറ്റ് ഹോം സ്റ്റേ ആണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെയാണെങ്കിൽ വന്നിട്ട് അടിച്ച് പൊളിച്ച് പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്ന വഴിയുണ്ട്. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ അച്ഛൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, അവിടെയായിട്ട് അടുപ്പൊക്കെ കൂട്ടി ആൾക്കാർ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്ന സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വന്ന് അടിച്ച് പൊളിച്ചിട്ട് പോകാനുള്ള ഒരു സ്ഥലമാണിത്. കാടും വനമൊന്നും അല്ല കേട്ടോ, ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് താമസമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇറക്കമുണ്ട്, അതുകൂടി ഇറങ്ങി അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മളെത്തി. ഇവിടെ തൊട്ടേ ഞങ്ങൾ പറയുന്നത് പരസ്പരം ഒന്നും ആർക്കും കേൾക്കത്തില്ല, അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയാണ് കേട്ടോ. നമുക്കിത് വലിയൊരു കാഴ്ച അല്ലെങ്കിലും പുറത്തുനിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഇത് വലിയൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. കുന്നും മലയും കാടും മേടും ഒക്കെ താണ്ടി വരാനായിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ. ഒരുപാട് വെള്ളം ഉള്ളപ്പോഴൊന്നും വന്ന് ആരും ഇവിടെ ഇറങ്ങുകയൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ആഴവും പരപ്പുമൊന്നും മനസ്സിലാക്കില്ല. മാത്രമല്ല നമ്മളെപ്പോഴും ഇടപഴകുന്നൊരു സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. എതിർശ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അപകടം നിറഞ്ഞതാണ് വെള്ളമെന്ന് പറയുന്നത്. അതുകൊണ്ട് വന്ന് അതിനകത്തോട്ട് എടുത്ത് ചാടുകയൊന്നും ചെയ്തേക്കരുത്. വന്ന് കണ്ട് കാഴ്ചകളൊക്കെ കാണുക, ഫോട്ടോയൊക്കെ എടുക്കുക, വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നേ വന്ന 2-3 പേര് ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ അങ്ങ് അറ്റത്ത് പോയി നിൽക്കുകയാണ്. കണ്ടാൽ തന്നെ പേടിയാവും. ഇവിടെങ്ങായിരുന്നു അല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. 3 ആൺപിള്ളേരാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നേ പിന്നെ ഞങ്ങൾ സംസാരിച്ചത് മെസ്സേജിലൂടെയാണ് കേട്ടോ. അത്രയും സൗണ്ടാണ്, നമുക്ക് പരസ്പരം ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, അതുപോലെ ഒച്ചയാണ് കേട്ടോ. ആ കുട്ടികൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. എറിച്ചിലെന്ന് വെച്ചാൽ അങ്ങ് അടിക്കുകയാണ്. നമ്മളതിന്നും ഒത്തിരി അകന്ന് നിന്നാൽ പോലും നമ്മുടെ മേത്തേക്ക് ഭയങ്കരമായിട്ട് എറിച്ചിലടിക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങണ്ട, എറിച്ചിലടിച്ച് തന്നെ നമ്മൾ കുളിക്കും, അതുപോട്ട് ശക്തിയായിട്ടുള്ള ഒഴുക്കാണ്.
അവിടെയാണ് ഞങ്ങൾ പിള്ളേരൊന്ന് വരുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞും കുറച്ച് വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നനഞ്ഞു. കാരണം ഈ ഇറച്ചിലടിച്ചിട്ട് ഒരുപാട് നേരം ഞങ്ങളവിടെ നിന്നില്ല. എന്നു ചോദിച്ചാൽ കുട്ടികളൊക്കെ പെട്ടെന്ന് നനയും, തലയൊക്കെ നനയില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് കയറി പോകുന്നു. കാര്യം ഞങ്ങൾ തോർത്തൊക്കെ കരുതിയാണ് പോയത്. പക്ഷേ ഒരുപാട് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ വെള്ളമൊക്കെ മാറുമ്പോൾ പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മളവിടെ ഒരുപാട് നേരം നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് കയറി പോകുന്നു. മോളിൽ വന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ സ്ഥലമുണ്ട്. ചെറിയ വെള്ളമല്ല കേട്ടോ, അവിടെയും വെള്ളമുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഇതുപോലെ ഇറച്ചിലൊന്നുമില്ല. ഈ കുത്തേന്ന് വീഴുന്നതാണ് ഇതുപോലെ ഇറച്ചിലടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നനയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി പോന്നിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഇറക്കാൻ പാകത്തിനൊരു സ്ഥലത്ത് വന്ന് നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കയറി പോകുന്ന വഴിക്ക് വേറൊരു അടിപൊളി സ്ഥലമുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ അത്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപകടം നിറഞ്ഞ സ്ഥലമാണ്, അതിനറ്റമില്ലാത്ത സ്ഥലമാണ്, വലിയ കൊക്കയാണ് താഴേക്ക്. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നെല്ലാം കയറി വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരു വഴിപ്പാടുണ്ട്, ആൾക്കാർ നടന്നൊരു പാട് തന്നെ ഉണ്ട് വഴിയുടെ. അപ്പോൾ അതിലേക്കൂടെ ഇങ്ങ് വന്നാൽ നമുക്ക് എന്ത് രസമാണെന്നറിയില്ല, അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. നേരിട്ട് കണ്ടാലേ പക്ഷേ അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ വീഡിയോയ്ക്കകത്തൊന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല. നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റിയും അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. ഇതാ താഴെവശത്തേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണിത്. ഈ താഴെവശത്തൊക്കെ ആളുകൾ 2-3 വീടൊക്കെ ഞാൻ കണ്ടു കേട്ടോ താഴെവശത്ത്. അവർക്ക് എന്ത് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. കാരണം അത്രയും അപകടം നിറഞ്ഞ സ്ഥലമാണ്. വെള്ളം തൊട്ടടുത്ത് തന്നെ ആറൊഴുകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി. പിള്ളേരങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ പതുക്കെ കയറി പോകുന്നു. അല്ലെങ്കിൽ ഇനി അവർ അത് കണ്ട അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയില്ലേ എന്നോർത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ മണ്ടേ വന്നൊന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, നമുക്ക് പിള്ളേരെയും കൊണ്ട് ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമുണ്ടെന്ന്, അവിടെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഇറക്കി. വെള്ളം കണ്ടാൽ പിന്നെ പാർക്കുട്ടിക്കൊക്കെ വട്ടാണ്. അതുകൊണ്ട് അതുങ്ങളെയൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ ഭയങ്കര പാടായിരുന്നു. പടിഞ്ഞങ്ങോട്ട് ഇരുന്ന് കൊടുത്തു വെള്ളത്തിനകത്തോട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ. അല്ലിക്കുട്ടനെ ഇറക്കി. അവനോട് പറഞ്ഞിട്ടായിരുന്നു വന്നത്.